അങ്ങനെ ഈ ഒരു ഉണ്ണിത്തട്ട പൊട്ടിച്ചേരുമെന്ന് പ്രജിഷേട്ടനെ ചോദിച്ചപാട് വേഗം തന്നെ അദ്ദേഹം പൊട്ടിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭാഗ്യം, ഇനിയിപ്പം ഞാൻ അതിൽ കയറി മെനക്കെടണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് എന്ത് സ്റ്റൈലിൽ ഉപ്പേരി വെക്കുന്നതാണ് ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത്. അപ്പോഴേക്കും ഞാൻ എന്താ ഹൈസനെ റെഡിയാക്കി നെയ്സറി കൊണ്ടേയാക്കി ഉമ്മച്ചി വേഗം എന്താ അരിഞ്ഞിടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അപ്പം തന്നെ വിചാരിച്ചു വേഗം കുറച്ച് മത്തി ഉണ്ടല്ലോ, അത് നന്നായിട്ട് മസാല തേച്ച് വെച്ചാൽ നമുക്ക് പിന്നെ വേഗം എടുത്ത് പൊരിക്കുന്ന പണിയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി മസാലയൊക്കെ റെഡിയാക്കി വെച്ച് പിന്നെ ഞാൻ മോര് കറിക്കും അതുപോലെ തന്നെ ഉപ്പേരിക്കും വേണ്ട തേങ്ങയൊക്കെ ചെരുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉമ്മച്ചി പിന്നെ അതൊക്കെ മിക്സ് ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ കൂട്ടി സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിക്കരുതല്ലോ. പിന്നെ മോരുകറിക്ക് വേണ്ടിയിട്ടുള്ള കറിയിലേക്ക് നേരെ മോരൊക്കെ ഒഴിച്ച് റെഡിയാക്കി ഇനി നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാൻ വിചാരിച്ചു മീനും അങ്ങ് പൊരിച്ചെടുത്താൽ നമ്മുടെ ഡ്യൂട്ടി ഇവിടെ കഴിയാൻ പോകണം. ബാക്കി ആ അടുപ്പത്ത് പിന്നെ ഉപ്പേരി മാത്രമേ ഇടാനുള്ളൂ. അപ്പോൾ അതാ മീൻ നന്നായിട്ട് മൊരിഞ്ഞെടുത്തിട്ടോ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഉപ്പേരിപ്പണിയാണ് കേട്ടോ. ആ ഒരു മിക്സ് ചെയ്ത് വെച്ച ആ ഒരു സാധനം നമ്മുടെ ചൂടുള്ള വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ട് ഞാൻ അതൊന്ന് ഒറ്റയ്ക്ക് കിടന്ന് അങ്ങ്